ശാന്തി. ശിവരാത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് പാലാഴി മഥനം കഥയാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും ഓർമ്മ വരണുണ്ടാവും. ദുർവാസാവിൻ്റെ ശാപനിമിത്തം ദേവന്മാർക്ക് ജരാനര ബാധിച്ചുവെന്നും ശാപമോക്ഷത്തിനായി അമൃതെന്ന ദിവ്യപാനീയം പാലാഴി കടഞ്ഞ് കണ്ടെത്തുവാൻ പറഞ്ഞു. ദേവന്മാർക്ക് ഒറ്റയ്ക്ക് കഴിയാത്തത് കൊണ്ട് അസുരന്മാരെയും കൂട്ടുപിടിച്ച് പാലാഴി മഥനം നടത്താൻ തുടങ്ങി. മഥനത്തിനായി മന്ദരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും ഉപയോഗിച്ചു. അങ്ങനെ കടച്ചിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ പല സാധനങ്ങളും പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. ഐരാവതം, ഉച്ചൈശ്രവസ്, ലക്ഷ്മി, ഒപ്പം കാളകൂട വിഷവും വന്നു. അമൃതും ഉയർന്നു വന്നു. ഓരോ സാധനങ്ങളും ഉയർന്നു വരുമ്പോഴും ഓരോരുത്തരത് എടുത്തുകൊണ്ടിരുന്നു. ദേവന്മാരൊക്കെ ഓരോന്നോരോന്ന് എടുത്തു. പക്ഷേ കാളകൂട വിഷത്തെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. കാളകൂട വിഷം ആരെടുത്താലും അവരും നശിക്കും, ഭൂമിയിലേക്ക് ഒഴിക്കുക, ഭൂമി നശിക്കും. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഇനി എന്തു ചെയ്യും? കാളകൂട വിഷം പുറത്തു വരികയും ചെയ്തു. കാരണം കടച്ചലിൻ്റെ ഇടയിൽ വാസുകി ക്ഷീണിച്ചു. അപ്പോഴാണ് കാളകൂട വിഷം തുപ്പണേ. അപ്പൊ ഈ കാളകൂട വിഷം ഭൂമിയെ നശിപ്പിക്കും. ഇനി എന്താ മാർഗം? എല്ലാവരും കൂടെ ആലോചിച്ച് ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദേവാദിദേവൻ മഹാദേവനെ അഭയം പ്രാപിക്കാൻ. അങ്ങനെ മഹാദേവൻ എല്ലാവരുടെയും അഭ്യർത്ഥനയും മാനിച്ച് കാളകൂട വിഷം സ്വീകരിച്ച് അമൃത് ദേവന്മാര് സ്വീകരിക്കുകയും ചെയ്തു. കാളകൂട വിഷം മഹാദേവൻ സ്വീകരിച്ച് ഭൂമിയെ രക്ഷിച്ചു, സർവചരാചരങ്ങളെ രക്ഷിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരു ദിവസം രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് മഹാദേവന്റെ മഹിമകൾ പാടി സ്മരിച്ചു എന്നാണ് ഐതിഹ്യം. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മുടെ ഭക്തി ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ, അത് ഗ്രന്ഥങ്ങളിലായിട്ടാണെങ്കിലും വായ്മൊഴികളായിട്ട് നമുക്ക് ലഭിച്ചതാണെങ്കിലും നമ്മുടെ ഐതിഹ്യങ്ങളിലെല്ലാം ചില കാര്യങ്ങളെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ കഥകളുടെ രൂപത്തിൽ, ഉപകഥകളുടെ രൂപത്തിൽ, ചില ചിത്രങ്ങളുടെ രൂപത്തിൽ, ചില ചിഹ്നങ്ങളുടെ രൂപത്തിലാണ് നമ്മുടെ പൂർവികർ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ അവയൊക്കെ നമ്മൾ കഥയായിട്ട് മാത്രം വായിച്ചാ ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞു, കാളകൂട വിഷം ശിവൻ കുടിച്ചു. അതുകൊണ്ട് നമ്മളിപ്പോൾ ശിവരാത്രി ആഘോഷിക്കുന്നതിൽ എന്താ കാര്യം? നമ്മൾ എന്താ ചെയ്യേണ്ടത് ശിവരാത്രിക്ക്? ഇപ്രകാരം നമ്മളതിനെ ഒരു ഐതിഹ്യമായി കണ്ട് അത് ഏതോ ദേവന്മാരുടെ അസുരന്മാരുടെ കഥയായിട്ട് കണ്ടാൽ, ഏതോ പാലാഴിയിൽ നടന്ന മഥനമായി കണ്ടാൽ അത് നമ്മുടെ ജീവിതവുമായി നമുക്ക് ബന്ധപ്പെടുത്താനേ പറ്റില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവികര്, ഋഷിമാര് ഇത്രയും ബുദ്ധിമാന്മാരായിരുന്നു. അവർക്കറിയാം നമുക്ക് ജ്ഞാനത്തെ അതേപോലെ എടുക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഒരേപോലെ ഇല്ല. അതുകൊണ്ട് അവയെല്ലാം കഥാരൂപത്തിലാണെങ്കിൽ, ചിത്രങ്ങളുടെ രൂപത്തിലാണെങ്കിൽ അത് സ്മരിക്കപ്പെടും. കഥയെ സ്മരിക്കാനല്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നത്. അതിൻ്റെ പിന്നിലെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഐതിഹ്യത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ചു നോക്കാം. പാലാഴി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അന്തരംഗത്തെയാണ് കാണിക്കുന്നത്, മനുഷ്യ മനസ്സുകളുടെ അവസ്ഥയാണ്. പാലാഴി, പാല് പോലെയുള്ള ആറായിരുന്നു നമ്മുടെ എല്ലാം മനസ്സ്. നമ്മുടെ മനസ്സുകൾക്കുള്ളിൽ ജീവിതയാത്ര നമ്മളിവിടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പാല് പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നന്മകളുടെ നിറകുടമായിരുന്നു നമ്മളെല്ലാം. സത്യതയും ശുദ്ധിയും ശാന്തിയും സ്നേഹവും വിനയവും പരസ്പര വിശ്വാസവും ആത്മഭാവവും എല്ലാം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു, എല്ലാവരെ പ്രതി ഉണ്ടായിരുന്നു. അങ്ങനെ പാലുപോലെയുള്ള ജീവിതമർത്ഥം പരസ്പര സ്നേഹാർദ്രമായ സൗഹാർദ്ദപരമായ ജീവിതമായിരുന്നു നമ്മുടേത്. അത്ര നമ്മുടെ അന്തരംഗം ശ്രേഷ്ഠമായിരുന്നു എന്നർത്ഥം. പക്ഷേ ജീവിതയാത്ര എന്നല്ലേ പറയണേ. നമ്മൾ യാത്രക്കിടയിൽ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര ആരംഭിച്ച് കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് അല്ലെ ഡൽഹിയിലെ വരെ നമ്മൾ പോവുകയാണെന്നിരിക്കട്ടെ, 2 ദിവസത്തെ യാത്ര നമ്മൾ ചെയ്യണം. അപ്പം ട്രെയിനിൽ നമ്മളൊരു നീണ്ട യാത്ര ചെയ്യുമ്പോൾ
ഇവിടുന്ന് നമ്മളൊരു ഡ്രസ്സ് ഇട്ട് കയറി ഡൽഹിയിൽ എത്തുമ്പോഴേക്കും നോക്കിയാൽ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വണ്ടിയിൽ വെറുതെ ഇരുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും നമ്മളുടെ ശരീരവും വസ്ത്രവും എല്ലാം അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഓടിപ്പോയി കുളിച്ച് റെഡിയായി ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. എന്നിട്ടേ ബാക്കി എല്ലാ കാര്യവും നമ്മൾ ചെയ്യുള്ളൂ ഫ്രഷ് ആയിട്ട്, അല്ലേ? അതേപോലെ ജീവിതയാത്രയിലും സംഭവിച്ചു. നമ്മൾ നന്മകളുടെ നിറകുടവുമായാണ് ജീവിതയാത്ര തുടങ്ങിയത്. പക്ഷെ യാത്ര ചെയ്ത് ഇപ്പം നമ്മളെല്ലാവരും എവിടെ എത്തി നിൽക്കണേ? പറയുന്നത് എന്താണ്? കൽപ്പാന്തകാലം, കലിയുഗം എന്നാണ്. കലിയുഗത്തിന്റെ തന്നെ അവസാന ചരണങ്ങളിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യാത്ര നീണ്ട യാത്രയാണ്. ചതുർയുഗങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് വന്നേ. ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ 4 യുഗങ്ങള്. ആ സത്യത്രേത ദ്വാപര കലിയുഗം, കലിയുഗത്തിന്റെ തന്നെ അവസാന ഘട്ടം. അപ്പൊ ഇത്രയും നീണ്ട യാത്രയ്ക്കൊടുവില് നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മളും കുറേയധികം അഴുക്ക് പിടിച്ചു. പാലാഴിയിൽ ഇപ്പൊ നോക്കിയ ദേവന്മാരും അസുരന്മാരും ഉണ്ട്. 2 കൂട്ടരെയും നമുക്കിപ്പൊ കാണാം. അപ്പൊ പാലാഴി മഥനം നടത്തണം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഒരു മഥനത്തിന്റെ, ഒരു കടച്ചിലിന്റെ ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ മഥനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിചാരസാഗര മഥനമാണ്. നമ്മുടെ ചിന്താതലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മുടെ ഉള്ളിൽ എന്താ നടക്കണേ? ചിന്തിക്കേണ്ടതാണോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണേ? ഏത് നിലവാരത്തിലുള്ള ചിന്തകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? കാരണം ചിന്തകൾക്കനുസരിച്ചാണ് മനുഷ്യന്റെ തീരുമാനങ്ങൾ, പിന്നെ നമ്മുടെ കർമ്മങ്ങള്, വാക്കുകള്. അപ്പൊ ഇവിടെ നല്ലതാക്കിയാലേ മനുഷ്യന്റെ ജീവിതം മുഴുവൻ നന്നാക്കാൻ പറ്റൂ. ഇവിടെ കേടുവന്നാൽ, മനസ്സ് കേടുവന്നാൽ ജീവിതം തന്നെ കേടുവരും. അതുകൊണ്ട് നമുക്ക് ശരിക്കും നോക്കിയാ ദേവന്മാർക്ക് ദുർവാസാവിന്റെ ശാപം മൂലം ജരാനര ബാധിച്ചു എന്നാ പറയണ. അപ്പോ ശരിക്കും പറഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ദുർവാസാവ് ശപിച്ചു. ദുർവാസാവ് ഒരു മഹർഷിയാ. ഒരു മഹർഷി ആരെയെങ്കിലും ശപിക്കൂ? അപ്പൊ നമ്മൾ ആ ഋഷിമാരുടെ സാധനകളെയും അവരുടെ വ്യക്തിത്വത്തെയും കളങ്കം ചാർത്തും പോലെയായില്ലേ? ഋഷിമാരെന്ന് പറഞ്ഞാല് ഇത്രയും കാലഘട്ടത്തിലെ തപസ്സുകൊണ്ട് ഈ ദുർവികാരങ്ങളെയൊക്കെ ജയിച്ചവരാണ്. യഥാർത്ഥത്തിൽ അവരുടെ ശാപത്തിന്റെ വിഷയമൊന്നും അല്ല ഇത്. പിന്നെ ദുർവാസനകള്, മോശ സ്വഭാവങ്ങള്, ദുർവികാരങ്ങള്, ദുശീലങ്ങള്. ഈ ദുർവികാരങ്ങളും ദുശീലങ്ങളും, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, അസൂയ, പ്രതികാരം, ആലസ്യം, നമ്മുടെ ഈ ദുർവികാരങ്ങളും ദുശീലങ്ങളും കാരണം നമുക്ക് ശാപം ഉണ്ടായിരിക്കുകയാണ്. ശാപം പുറത്തുനിന്ന് വന്നതല്ല. പിന്നെയും ദുർവാസാവ് മഹർഷി എവിടെ കുടികൊള്ളണേ? നമ്മുടെയൊക്കെ ഉള്ളിലാ. നമ്മുടെ ദുർവാസനകളാണ് നമുക്ക് ശാപം തന്നുകൊണ്ടിരിക്കണേ, നമ്മുടെ ജീവിതത്തിനെ നശിപ്പിക്കണേ. ആ ശാപം കാരണം ദുശീലങ്ങളിലും ദുർവികാരങ്ങളിലും പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ജരാനര ബാധിച്ചു. ദേവന്മാർക്ക് അത് ജരാനര ബാധിച്ച്. കാരണം നമ്മൾ ദൈവിക ഗുണങ്ങളുള്ളവരായിരുന്നു. ആരാ ദേവന്മാര്? ആരുടെ ഉള്ളിലാണോ ദിവ്യ ഗുണങ്ങളുള്ളത്, മൂല്യങ്ങളുള്ളത്, വാല്യൂസ് ഉള്ളത്, വെർച്യൂസ് ഉള്ളത്, ആ നന്മകളുടെ നിറകൂടമായിരിക്കുമ്പോഴാണ് നമ്മളെ ദേവന്മാരെന്ന് പറയണേ. തിന്മകൾ കൊണ്ട് നിറയുമ്പോഴാണ് അസുരന്മാരെന്ന് പറയണേ. അപ്പൊ ദേവന്മാർക്ക് ജരാനര ബാധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുർവാസനകളുടെ പിടിയിൽ പെട്ട് നമ്മുടെ മനസ്സും ബുദ്ധിക്കും ജരയും നരയും സംഭവിച്ചത്. മനസ്സ് സംഘർഷഭരിതമായി, കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ഡേ ബൈ ഡേ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇരുട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖം, വേദന, സംഘർഷം, നിരാശ, വിഷാദം. ബുദ്ധിയുടെ ദിവ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിവിനിറ്റി പവർ കുറഞ്ഞു വരികയാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയണില്ല. നല്ലത് ചിന്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ പറ്റണില്ല. നല്ലത് ചെയ്യണം, പക്ഷെ നല്ല തീരുമാനം എടുത്ത് നല്ല ചുവട് വയ്ക്കാൻ കഴിയണില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സും ബുദ്ധിയും ക്ഷീണിച്ച അവസ്ഥയിലാണ്. ജരയും നരയും മനസ്സിനും ബുദ്ധിക്കും ബാധിച്ചിരിക്കുക. അപ്പോൾ ഈ ജരാനരയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? അമൃത് എന്ന ദിവ്യ പാനീയം ആവശ്യമാണ്. ഏതാണ് അമൃത്? ജ്ഞാനമാകുന്ന അമൃത്. അപ്പൊ ഈ ജ്ഞാനമാകുന്ന അമൃത് നമുക്ക് കഴിക്കണം. പക്ഷേ പലാഴി മഥനം നടത്തിയപ്പോൾ അമൃത് മാത്രമല്ല വന്നേ, അമൃതിനോടൊപ്പം കളകൂട വിഷവും വന്നു. പക്ഷെ ഈ കളകൂട വിഷം നമുക്ക് ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല.
ഭൂമി വീണ ഭൂമി നശിക്കുന്ന എന്താ കാളകൂട വിഷം? കാളകൂട വിഷം എന്ന് പറഞ്ഞ ദുർവികാരങ്ങൾ, പഞ്ചവികാരങ്ങൾ, ഈ കാമക്രോധ ലോഭമോഹ അഹങ്കാരങ്ങൾ, ഈ ദുർവികാരങ്ങളാകുന്ന വിഷം ഭൂമിയിലേക്ക് വീഴുക. അർത്ഥം ഭൂമിയിൽ ആരോട് നമ്മൾ കാണിച്ചാലും, നമ്മുടെ കൂടെയുള്ളവരോട്, എവിടെ ബന്ധുക്കളോടാണെങ്കിലും മിത്രങ്ങളോടാണെങ്കിലും, നമ്മൾ എവിടെ ജീവിക്കുന്നോ, നമ്മുടെ ഉള്ളിൽ ഈ വിഷ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയുണ്ടോ അവിടേക്ക് തുപ്പും നമ്മൾ, ഇല്ലേ? അങ്ങനെയല്ലേ നടന്നുകൊണ്ടിരിക്കണേ? നല്ലവരാണെങ്കിൽ ആ നന്മ നമ്മൾ എവിടെ പോയാലും കാണിക്കും. നമ്മുടെ ഉള്ളിൽ കുറവുള്ളവരാണ് എങ്കിൽ, ദുർവികാരങ്ങൾ, ഒരു ദേഷ്യക്കാരനാണെന്നിരിക്കട്ടെ, തൻ്റെ ദേഷ്യം വീട്ടിലും കാണിക്കും, നാട്ടിലും കാണിക്കും, യാത്രയിലും കാണിക്കും, ഓഫീസിലും കാണിക്കും, എല്ലാ സ്ഥലങ്ങളിലും കാണിക്കും, ഒരു ക്ഷേത്രത്തിൽ പോയാലും കാണിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ കാളകൂട വിഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തുപ്പി മറ്റുള്ളവരിലേക്ക് അയച്ചാൽ നമ്മുടെ ഈ ഭൂമി മുഴുവൻ, അർത്ഥം എല്ലാവരുടെയും ജീവിതത്തെ നശിപ്പിക്കും. അപ്പം അതുകൊണ്ട് കാളകൂട വിഷം പുറത്തേക്ക് ഒഴുക്കാൻ പാടില്ല. നമ്മളിലെ അഴുക്ക് കാരണം മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തരുത്, മറ്റുള്ളവരെ നശിപ്പിക്കരുത്. നമ്മളും നശിക്കും, വിഷം കാരണം മറ്റുള്ളവരുടെ ജീവിതവും നശിക്കും. അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ദേഷ്യം കൂടി തന്നെ എത്ര അസുഖങ്ങളാണ് കൂടുന്നത്. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നതും, ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ എല്ലാം അധികരിക്കുമ്പോൾ ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ടല്ലോ, ദേഷ്യം കുറച്ച് കുറയ്ക്കൂ. ഡോക്ടർമാരെ പറയാറുണ്ട്, നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ പഠിക്കാൻ പോവൂ എന്നല്ല, സത്സംഗത്തിൽ പോവൂ. മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ. കാരണം ഈ കാളകൂട വിഷം നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട വസ്തുത എന്താണ്? ഈ കാളകൂട വിഷത്തെ എല്ലാവരുടെയും, ഇന്നിപ്പോൾ ഇത് ഒരാളുടെ രണ്ടാളുടെ കാര്യമല്ലല്ലോ, ഈ ഭൂമിയിലുള്ള മുഴുവൻ മാനവരാശിയുടെ അവസ്ഥ ഇതാ. ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു, എല്ലാ നേട്ടങ്ങളും കൊയ്തെടുത്തു. പക്ഷെ ഇപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ദുശീലങ്ങളെയും ദുസ്വഭാവങ്ങളെയാണ്. ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അഹങ്കാരത്തിൻ്റെ മേലെ നിയന്ത്രണമില്ല, ആസക്തികളുടെ മേലെ നിയന്ത്രണമില്ല. എത്ര വലിയ വലിയ ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കാമാസക്തിയിലെ ജീവിത പരാജയം, ക്രോധം കൊണ്ട് സർവനാശം, എല്ലാ യുദ്ധങ്ങളുടെ പിന്നിലും പോലും നമുക്കറിയാം വാശി, ദേഷ്യം, എത്ര യുദ്ധങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അഹങ്കാരികളുടെ അധപ്പതനം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് ഈ വിഷത്തിൻ്റെ മേലെ ജയിക്കണം. അതുകൊണ്ട് ഈ വിഷത്തെ ആർക്ക് കൊടുക്കണം? ഇതിനെ സ്വീകരിക്കാൻ ഒരേ ഒരാൾക്കേ കഴിയൂ. ആർക്ക് മാത്രം? ദേവാദിദേവൻ, മഹാദേവന് മാത്രം. സർവശക്തിവാൻ, അറിവിൻ്റെ കടൽ, സർവചരാചരങ്ങളുടെയും നാഥൻ പരമേശ്വരന് മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ വിഷത്തെ സ്വീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഭഗവാന് മുന്നിലേക്ക് നമുക്ക് ഈ വിഷം സമർപ്പിക്കണം. പകരം ഭഗവാൻ നമുക്ക് എന്ത് തരും? ജ്ഞാനമാകുന്ന അമൃത് തരും. എത്രത്തോളം ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ, ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ അമൃത് നമ്മൾ കഴിക്കുന്നു, ഞാൻ ആരാണ്, ആരുടേതാണ്, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് എല്ലാവരോടും പെരുമാറേണ്ടത്, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എങ്ങനെ കഴിക്കണം, ഇപ്രകാരം ജീവിതം ജീവിക്കാനുള്ള ശാസ്ത്രം, ആ ജ്ഞാനമാകുന്ന അമൃത് ഭഗവാൻ നമുക്ക് തരും. അപ്പം ജ്ഞാനാമൃതം ഉള്ളിൽ പോകുമ്പോൾ എന്താവും? നമ്മുടെ ഉള്ളിലെ കാളകൂട വിഷമെല്ലാം ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യും. ജ്ഞാനമാകുന്ന അമൃത് കുടിച്ച് നമ്മുടെ ഉള്ളിലെ കാളകൂട വിഷം ഇല്ലാതായിക്കോളും. പ്രക്രിയ അങ്ങനെ നടക്കണം. ഉള്ളിലേക്ക് വെളിച്ചം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇരുട്ട് തന്നെ പൊയ്ക്കൊള്ളും. വെളിച്ചം കൊണ്ടുവന്നാൽ മതി, ഇരുട്ട് തന്നെ പോവും. അപ്പോഴേ നമുക്ക് ഈ കാളകൂട വിഷത്തിൻ്റെ മേലെ വിജയം നേടാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ വർഷം അർത്ഥവത്തായ ഒരു ശിവരാത്രി ആഘോഷിക്കണം. അതുകൊണ്ട് ഈ ഐതിഹ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്രകാരം നമ്മൾ പ്രായോഗിക രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും പരമേശ്വരനോടൊപ്പം വളരെ അർത്ഥവത്തായ നമ്മുടെ ജീവിതത്തിലെ കാളകൂട വിഷം കളയാനും, നമുക്ക് ജ്ഞാനമാകുന്ന അമൃത് സ്വീകരിക്കാനും, അതിലൂടെ നമ്മുടെ ജരാനര, മനസ്സിനും ബുദ്ധിക്കും ബാധിച്ചിരിക്കുന്ന ജരാനരയിൽ നിന്ന് മനസ്സിനെ ശാന്തമാക്കി ബുദ്ധിയെ പവർഫുള്ളാക്കി മാറ്റാൻ, അതിലൂടെ നമുക്ക് നമ്മുടെ ദുർവാസനകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശാപമോക്ഷം അതാണ്.
എല്ലാ തെറ്റുകളിൽ നിന്നുള്ള മുക്തി, അത് നമുക്ക് ഏവർക്കും നേടാം. അങ്ങനെ നമുക്ക് ഈ വർഷം ഒരു പുതുമയുള്ള ശിവരാത്രി ആഘോഷിക്കാം. ഓം ശാന്തി.